അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും തന്നെ നമ്മൾ മാഗി ഉണ്ടാക്കാറും കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഞാൻ മാഗി കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി മണം അടിച്ചപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാഗി എടുത്ത് കുറച്ച് വെള്ളം സാധാരണമായി തന്നെ 2 മിനിറ്റ് ഒന്ന് മാഗി മാത്രം എടുത്തിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ച് മാറ്റി ഊറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് മാഗിയിലുള്ള ആ മസാലപ്പൊടികളുണ്ടല്ലോ അതെല്ലാം കൂടി ഒരുമിച്ചാക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിട്ട് കഴിയുമ്പോഴേക്കും കരിഞ്ഞു പോകും, അടുത്ത പൊട്ടിക്കുമ്പോഴേക്കും. അപ്പോൾ ഒരു പാക്കറ്റിൽ ഒന്ന് എല്ലാം കൂടി മാറ്റി വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി ചതച്ച സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്താണെങ്കിലും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ മാഗിയുടെ മസാലയും ഇതിലേക്ക് ഇടുക. അതിന് ശേഷം വേവിച്ച് ഊറ്റി വെച്ചേക്കണം മാഗി ഉണ്ടല്ലോ അത് ഇതിലേക്കിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ടാൽ നല്ലത്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേപ്പില ഇട്ടെന്നുള്ളൂ. പക്ഷേ മല്ലിയില ഇട്ട് കൂടുതൽ നല്ലത്. അതിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാഗി റെഡിയായി. കാരണം നമ്മൾ എപ്പോഴും കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് തന്നെ മാഗി മസാലപ്പൊടിയും മാഗിയും എല്ലാം കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതല്ല, ഇത് നല്ല പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഏത് തിന്നാത്തവരും കഴിച്ചു പോകും. പിന്നെ മാഗി ഒന്നും എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല, വല്ലപ്പോഴും ഒരു ടേസ്റ്റിന് നല്ലതാട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണേ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.